ഫിഷിംഗ് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വരാൽ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ സമയം 5:05 കാലത്ത്. അപ്പോൾ വരാൽ ഫിഷിങ്ങിനായിട്ട് പോവുകയാണ്. കിട്ടുമെന്ന് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അത് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഫിഷിങ്ങിൻ്റെ സ്പോട്ടിൻ്റെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു അടിപൊളി ഒരു പാലുണ്ട്. ആ പാലിറങ്ങി ചെന്നിട്ട് വേണം നമുക്ക് ഫിഷിങ് ചെയ്യാനായിട്ട്. പക്ഷേ ആ പോണ വഴിയിൽ നെൽകർഷകർ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു ചങ്ങല വലിച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ വണ്ടികളൊന്നും പെട്ടെന്ന് കയറി ചെല്ലാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും ദൂരെ അപ്പുറത്ത് ബൈക്ക് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നടന്ന് വരുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോനെ അവിടെ സ്പോട്ടിലേക്കാണ്ട് നേരത്തെ തന്നെ ചെന്ന് നിൽക്കുന്നുണ്ട്. ആളാണ് അവിടെ ചൂണ്ടലെറിയണത്. അത്ര നേരത്തൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അത്ര നേരത്തെ പോയാലാണ് നമുക്ക് നല്ല സ്പോട്ടിൽ നിന്ന് ഫസ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാരൊക്കെ എറിഞ്ഞ സ്ഥലത്ത് നമ്മൾ എറിഞ്ഞിട്ട് മീനെ പിടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് നല്ല മീനുകൾ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഫിഷിങ്ങിന്, വരാൽ ഫിഷിങ്ങിനായാലും കടൽ ഫിഷിങ്ങിനായാലും പോകുമ്പോൾ പരമാവധി നേരത്തെ തന്നെ പോയിട്ട് 3 മണിക്ക് 4 മണിക്കൊക്കെ പോയിട്ട് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു വരാൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മീൻ ചെറുതാണെങ്കിലും കൂടിയിട്ട് അടിപൊളി മീനാണ്. നല്ല സ്ട്രൈക്ക് തന്നെ കിട്ടിയത്. നമുക്ക് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വരാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ, 1.5 കിലോ, 3 കിലോ ആ റേഞ്ചിലൊക്കെ വരാലുകളൊക്കെയാണ് ഇവിടെ കൂടുതൽ ഉള്ള ഒരു സാഹചര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഒരുപാട് വരാലുകളുള്ള സ്പോട്ടാണ്. പക്ഷെ അതുപോലെ തന്നെ വലിയ വരാലുകളും ഒരുപാട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വരാലാണിത്, ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട്. പ്രിഡേറ്ററിൻ്റെ ബൈക്കാസ്ട്രിയിൽ 400 ഗ്രാം ഉണ്ടാവും. പിന്നെ അതുപോലെ ഒക്കുമട കോമ്പറ്റീഷൻ റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൂപ്പർ റോഡാണ്. ആ റോഡിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരു 100-100 സംതിങ് ഒക്കെ വരാൽ പിടിച്ചിട്ടും ആ സ്റ്റിക്കിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ റീല് ലൂക്കാനയുടെ പ്രിഡേറ്റർ സൂപ്പർ റീലാണ്. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. ഏത് തുടക്കക്കാരനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റീലാണ് ലൂക്കാനയുടെ പ്രിഡേറ്റർ കേട്ടോ.